ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ചട്നി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ. വാ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തക്കാളിയോ തേങ്ങയോ സവാളയോ ഉള്ളിയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരല്പം മാത്രം പിഴിപുളി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത്, പുളിപ്പ് രസം വല്ലാതായി പോരുത് കേട്ടോ. ഒരു ഇച്ചിരി മാത്രം മതിയാവും. 1 കപ്പ് പൊരികടല അല്ലെങ്കിൽ പൊട്ടുകടല എന്നൊക്കെ പറയത്തില്ലേ, അതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ഒരു 8 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്നി എന്ന് പറയുന്നത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിൽ ഇച്ചിരി ലൂസായിട്ടായിരിക്കും. ഒരുപാട് വെള്ളമായിട്ട് അങ്ങനെ തിക്കായിട്ട് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ലൂസായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല ചുമക്ക ഒന്ന് വറുത്തെടുക്കണം. മുളകും നമ്മുടെ ഈ കടലയും എല്ലാം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതുവരെയും തീ കുറച്ച് വെച്ച് വറുക്കുക. കരിഞ്ഞു പോയാൽ അതിൻ്റെ രുചിയൊക്കെ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് സ്കൈപ്പ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. നല്ലപോലെ ഒന്ന് അത് മൊരിഞ്ഞ് അതിൻ്റെ നിറം ഒന്ന് മാറി വരുന്നവരെയും വറുക്കുക. അത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിത് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വറുത്ത് വെച്ച കൂട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ല. അപ്പം പല രീതിയിൽ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം. ഓരോന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുന്ന ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ അരപ്പെല്ലാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ചട്നി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം എത്രത്തോളം നിങ്ങൾക്ക് തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇച്ചിരി ഇത് തട്ടുകട ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ. ഇച്ചിരി വെള്ളമായിട്ട് തന്നെ, ഒരുപാട് ലൂസായിട്ടല്ല, എന്നാലും ഒരിച്ചിരി ലൂസായിട്ട് കലക്കിയാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു താളിപ്പും കൂടെ കൊടുത്താൽ നമ്മുടെ ഈ ചട്നി റെഡിയാവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ടൊന്ന് പൊട്ടിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരിക്കലെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉണക്കമുളകും കറി ലീഫും കൂടെ ഇട്ടാൽ താളിപ്പ് റെഡിയാവും. ആ മുളകൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു ചട്നി തന്നെയാണ് കേട്ടോ. ഇനി ഒരല്പം കായപ്പൊടി കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കായം ചേർക്കരുത്, ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി ഇറക്കാം. ഇനി ഈ ചട്നിയിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം അതുപോലെ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എടുക്കാനും വലിയ എളുപ്പമല്ലേ, ഒത്തിരി എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സ്കൈപ്പ് ചെയ്യാൻ മറന്നു പോരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.